നമസ്കാരം. എന്നെ രണ്ട് ചങ്കുകളെ കണ്ടു. കോമഡി മാസ്റ്ററിലെ തിളങ്ങി നിൽക്കുന്ന രണ്ട് പ്രതിഭകളാണ്. നമസ്കാരം. പ്രേക്ഷകർക്ക് വേണ്ടി പേരെന്ന് പറയണം. റിക്സൻ. ഇത് വിഷ്ണുപ്രിയ വേറെ ലെവലാണ്. നമ്മുടെ ഷജീറിൻ്റെ കൂടെ ഡാൻസ് കളിച്ച് വേറെ ലെവലിലെത്തി. എന്തായാലും അമൃത ടി വിയിൽ കോമഡി മാസ്റ്ററിലല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? അതിൽ വന്ന പിന്നെ ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ടല്ലേ? ഇനാഗ്രേഷൻ വല്ലതും വന്നോ? പിന്നെ അതായത് ശരി. അപ്പോൾ എന്തായാലും ഞാനും ഇപ്പോൾ എന്താ പറയുക, സിനിമയാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഗുലാൻ്റെ തട്ടുകട എന്ന് പറഞ്ഞ സിനിമയിൽ ജാഫർക്കാടെ കൂടെ തന്നെ ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള ഭാഗ്യം. കാരണം ഞാനൊരു കാര്യം പറഞ്ഞിട്ട് വിഷ്ണു, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ റീച്ചിന് വേണ്ടിയാണ് എന്തെങ്കിലും കോമാളിത്തരം കോമഡി കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 10 പേര് അറിഞ്ഞാലാണ് എന്തെങ്കിലും അവസരങ്ങൾ വിളിച്ചു തരുള്ളൂ, ആണല്ലോ, അല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യുമോ? അപ്പോൾ ചിലവർ ഇത് കാണുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്ലാൻ എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ സുധീർ സാറിൻ്റെ പടത്തിൽ എനിക്ക് നല്ലൊരു വേഷം ഇപ്പോൾ അടുത്ത മാസം ഷൂട്ട് തുടങ്ങുകയാണ്. അല്ല, നമ്മുടെ രേണുസുതി ഉണ്ട്, പിന്നെ ഒരുപാട് താരങ്ങളുണ്ട്. അത് പബ്ലിസിറ്റി ചെയ്തില്ല. അതിൻ്റെ പൂജ നമ്മുടെ ഇവിടെ വെണ്ണല വെച്ച് അതിൻ്റെ പൂജ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് പേര് പങ്കെടുത്തു. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? സിനിമയാണ്, അല്ലേ? സത്യമല്ലേ? കാരണം ഞാൻ മണിച്ചേട്ടൻ അവതരിപ്പിക്കുന്ന ഒരു കലാകാരനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട വൈഗ, എൻ്റെ കൂട്ടുകാരി, ഞങ്ങളുടെ ഡാങ്ങിനെ ഉണ്ടായിരുന്നു പരിപാടി. ഇത് പ്രേക്ഷകർ കേൾക്കട്ടെ. കണ്ടോ ആരെങ്കിലും നല്ല പറയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഓ, അപ്പം അത് ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പം എന്തായാലും സന്തോഷം. നിങ്ങളുടെ പുതിയ വർക്കുകൾ പ്രോഗ്രാം ട്രൂപ്പിന്റെ പേരുന്ന പോലെ. അപ്പൊ എന്തായാലും അതിന്റെ പ്രോഗ്രാംസ് എങ്ങനെയാ? സീസൺ ഓണത്തിൽ തുടങ്ങിയോ? ഇത് പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഇറക്കിയോ? ഇതാരാണ് ക്രിയേറ്റ് ചെയ്യുന്ന? ആരാണ്? അതല്ലേ? അല്ല, ഞാൻ ചോദിച്ചു പ്രോഗ്രാമിന്റെ ഡീൽ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു. അതല്ലേ? അപ്പൊ മെയിൻ ആർട്ടിസ്റ്റുകൾ നിങ്ങളാണല്ലോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഗസ്റ്റ് അപ്പിയറൻസ് ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ക്ഷണിക്കപ്പെടുന്ന വേദികളിൽ കുറച്ച് പേരെയൊക്കെ കൊണ്ടുവരും. അല്ല, ഇനി വല്ല അഭിലാഷ് ഷോട്ടായെന്ന് വെക്കാൻ പോകുന്ന കാരണം ക്ഷണിക്കപ്പെടുന്ന വേദികളിൽ അഭിലാഷ് ആട്ടായോ അല്ലേ? അങ്ങനെ വെച്ചാൽ അടിപൊളിയായിരിക്കും അല്ലേ? താങ്ക് യു.